നിങ്ങൾ അറിയാം, നിങ്ങൾക്ക് വരുന്ന ഗ്രൂപ്പിന്റെ ആ ഒരു ലിങ്കില് ആദ്യത്തെ ലിങ്ക് വരുന്നുണ്ട്, രണ്ടാമത്തെ സെക്കൻഡ് ലിങ്ക് ആണ്. സെക്കൻഡ് ലിങ്കിലാണ് ഒരുപാട് പേര് കയറിയിട്ടുള്ളത്. ഈ മെയിൻ ലിങ്കിൽ കിട്ടുന്ന ആ ക്ലാരിറ്റിയോ കാര്യങ്ങളൊന്നും സെക്കൻഡ് ലിങ്കിൽ ഉണ്ടാവില്ല. അപ്പൊ നിങ്ങളുടെ ടീം, ഞാൻ അത് ഗ്രൂപ്പിലേക്കൊക്കെ അറിയിച്ചിരുന്നു, നിങ്ങളുടെ ലീഡർമാർ അത് അറിയിച്ചോ എന്ന് എനിക്കറിയില്ല. മെയിൻ ലിങ്കിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി പറയാം. മെയിൻ ലിങ്ക് 1000 പേരായതിനു ശേഷം മാത്രമേ എന്ത് ചെയ്യുള്ളൂ, സെക്കൻഡ് ലിങ്ക് ഓപ്പൺ ആക്കുള്ളൂ. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ടീമിലുള്ള ആളുകൾ സെക്കൻഡ് ലിങ്കിൽ കയറിയിട്ടുണ്ടെന്നുള്ള ഉറപ്പുവരുത്തുക. എങ്കിൽ അവരോട് എന്ത് ചെയ്യാം, മെയിൻ ലിങ്കിലേക്ക് കയറാൻ വേണ്ടി പറയാം. നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. കാരണം 7:06 ആയിട്ടുണ്ട്, നമുക്ക് കൃത്യസമയത്ത് തന്നെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, ഇനി ഒരു 500 പേരായിട്ട് ഇനി ഒരുപാട് പേര് എന്ത് ചെയ്യുന്നുണ്ട്, കയറാൻ എടുക്കുന്നുണ്ട്. വേഗം വിളിച്ചു കയറ്റുക. കാരണം നമുക്കറിയാൻ പറ്റുന്നുണ്ടാവും, വലിയൊരു മാമാങ്കം കഴിഞ്ഞതിന്റെ ആ ഒരു എനർജിയിലും എക്സൈറ്റ്മെന്റിലാണ് നമ്മൾ ഇരിക്കുന്നത്. സ്വർണോ ഹലോ, ഇവിടെ വളരെ കുറഞ്ഞ ആളുകൾ മാത്രം 518 പേരാണ് ഇതിൽ കയറിയിട്ടുള്ളെങ്കിൽ വെറും 30-ൽ താഴെ ആളുകൾ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, വീഡിയോ ഓൺ ചെയ്തിരിക്കുന്നുള്ളൂ. നമ്മളെ വിവക്കാരനെ സംബന്ധിച്ച് ഒരു ഇപ്പൊ ഇന്നലെ നമുക്ക് ഫൗണ്ടേഷൻ ഡയമണ്ട് പ്രോഗ്രാം ആയിരുന്നു. അതിന് ശേഷം നമുക്ക് ഒരു വലിയൊരു ദിവസം നമ്മൾ ഈ വീക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ്. ഇന്ന് കിടന്നുറങ്ങുന്ന ആൾ കുംഭകർണനെ പോലെ ജീവിതകാലം മുഴുവൻ കിടന്നുറങ്ങേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് വീഡിയോ ഓൺ ചെയ്തിരിക്കുക. ഈ ബിസിനസ് നിങ്ങൾക്ക് വിജയിക്കണമെന്നുണ്ടെങ്കിൽ കിടന്നുറങ്ങുന്ന ഒരാൾക്കും എന്തില്ല, എവിടെയും എത്താൻ പറ്റില്ല. നിങ്ങളുടെ എക്സൈറ്റ്മെന്റ് എനർജി നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ലൈക്കോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, തരാൻ പറ്റുന്നുണ്ടാവും. അപ്പോ നമുക്കറിയാം, ഈ ഒരു മോർണിംഗ് മീറ്റിംഗ് 2 സെഷനായിട്ട് നമുക്ക് നടക്കുന്നുണ്ടാവും. ഒന്നാമത്തെ ഈ ബിസിനസ്സിലൂടെ കടന്നു വന്ന ഒരു വ്യക്തിയുടെ എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ടാവും. രണ്ടാമത്തെ ഈ ടീം ആർക്കെ എന്ന് പറയുന്ന ടീമിന്റെ കപ്പിത്താന്റെ ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള വേർഡുകൾ കിട്ടുന്ന ഒരു സെഷൻ ആയിരിക്കും. അപ്പോ ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഞാൻ എന്ത് ചെയ്യാണ്, എല്ലാവരെയും ഒരു ഹാർദപൂർവ്വം സ്വാഗതം ചെയ്യാണ്. എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത്, വീഡിയോ ഓൺ ചെയ്തിരിക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും ലോകത്തിന്റെ പല ഭാഗങ്ങളിലുള്ള ആളുകളാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു പ്രോഗ്രാം പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നല്ല ഡ്രസ് കോഡിലാണ് നോക്കുക. പല ആളുകളൊക്കെ ആ കിടന്നോടത്ത് നിന്ന് അതുപോലെ എണീറ്റ് വന്ന് ഡ്രസ്സ് പോലൊക്കെ ധരിക്കാതെ വന്ന് ഇരിക്കുന്നുണ്ട്. ദയവ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ കൊടുക്കുന്ന ഈ ഒരു ഓപ്പർച്യൂണിറ്റി വാല്യൂ മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുക, അതൊക്കെ നിങ്ങൾ കീപ്പ് ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ നല്ല നെറ്റ്വർക്ക് കവറേജ് ഉള്ള ഏരിയയിൽ ഇരുന്നിട്ട് പ്രോഗ്രാം പങ്കെടുക്കുക. അതുപോലെ തന്നെ ഡ്രൈവ് ചെയ്തുകൊണ്ട് നിങ്ങൾ ആരും എന്ത് ചെയ്യരുത്, ഒരിക്കലും പ്രോഗ്രാം പങ്കെടുക്കരുത്. ഒന്നെങ്കിൽ വാഹനം സൈഡാക്കി നിർത്തുക. ഓക്കെ, ഇപ്പൊ നമുക്ക് ഈ ഒരു പ്രോഗ്രാമിന്റെ ആദ്യത്തെ സെഷൻ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ദ ഗ്രേ ലീഡർ നമ്മളെപ്പോലെ ഈ ബിസിനസ്സിലൂടെ കടന്നു വന്ന് ഇന്ന് ഈ ബിസിനസ്സിലൂടെ ഏകദേശം 10 ലക്ഷം രൂപ മുകളിൽ വരുമാനമായിട്ടുള്ള ഒരു ഹലോ, ഒരാളൊക്കെ സ്വാഗതം ചെയ്യുമ്പോൾ നിങ്ങൾ എങ്ങനെയാണോ ആർക്കെ മീറ്റിലേക്ക് ഉപയോഗിക്കുന്നത് അതേ ഫീൽ ആയിരിക്കും. വോയിസ് ഓഡിബിൾ ആണോ? ഓക്കെ മാഡം, നിങ്ങളൊന്ന് പരിചയപ്പെടുത്തൂ. എന്താണ് നിങ്ങളുടെ പേര്, എവിടെയാണ് സ്ഥലം, കാര്യങ്ങളൊക്കെ ഒന്ന്. ഓക്കെ, എന്റെ പേര് ഉമ്മു ഹബീബ. സ്വദേശി വരുന്നത് കാലിക്കറ്റ് ആണ്. കാലിക്കറ്റ് നെല്ലളം എന്ന് പറയുന്ന സ്ഥലത്താണ്. എൻ്റെ ഈ ഒരു ബിസിനസ്സിലോട്ട് വരുന്നതിന് മുൻപ് ഞാനൊരു വീട്ടമ്മയായിരുന്നു. 2 കുട്ടികളും സന്തോഷ ജീവിതമായിരുന്നു. ഹസ്ബൻഡ് നല്ല രീതിയിൽ കുടുംബം പോറ്റിയിരുന്നു. ഒരിക്കലും എനിക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി ആവശ്യമില്ല എന്ന് തന്നെയാണ് ഞാൻ ആ ഒരു മൈൻഡ് സെറ്റിൽ അന്ന് ചിന്തിച്ചിരുന്നത്. കാരണം എന്താഗ്രഹിച്ചാലും അതൊക്കെ ആള് വാങ്ങിത്തരും. കയ്യിൽ 5 പൈസ തരില്ല, പക്ഷെ ആളൊക്കെ വാങ്ങിത്തരും. അതായിരുന്നു എൻ്റെ ഈ ബിസിനസ്സിലോട്ട് വരുന്നതിന് മുൻപുള്ള എൻ്റെ ലൈഫ്. മാഡം, എങ്ങനെയാണ് ഈ ബിസിനസ് കടന്നു വരുന്നത്? ആരാണ് ഈ ഓപ്പർച്യൂണിറ്റി പരിചയപ്പെടുത്തുന്നത്? ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിലേക്ക് കടന്നു വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ മൈൻഡ് സെറ്റ് അതായിരുന്നു. അപ്പോൾ എന്നെ ഇൻവൈറ്റ് ചെയ്ത ആളെന്ന് പറഞ്ഞാൽ ഹസ്ബൻഡിന്റെ സിസ്റ്ററാണ്. അപ്പോൾ എൻ്റെ ഫാമിലിയിൽ നിന്നാണെങ്കിൽ ഒരു പക്ഷേ ഞാൻ നന്നായിട്ട് റിജക്ട് ചെയ്തിട്ടുണ്ടാവും, ഞാൻ ഈ ബിസിനസ്സിൽ ഉണ്ടാവൂല. ഹസ്ബൻഡിന്റെ ഫാമിലിയിൽ നിന്ന് ഹസ്ബൻഡിന്റെ സിസ്റ്റർ ആയതുകൊണ്ട് തന്നെ അവരെ റിജക്ട് ചെയ്യാൻ പറ്റൂല. കാരണം ഫാമിലിയിൽ എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടാകുമ്പോൾ അവരെ മുഖം കാണണം. അപ്പോൾ ആളെ വീട്ടിൽ ഒരു HLS വെച്ചു, എന്നെ ഇൻവൈറ്റ് ചെയ്തു. ഞാൻ കൊന്നാലും പോവാതെ വീട്ടിൽ നിന്നു. ഞാൻ വീട്ടിലില്ലാന്ന് നുണ പറഞ്ഞു. കാരണം എനിക്ക് ഓപ്പർച്യൂണിറ്റി ആവശ്യമില്ല, അതാണ് എൻ്റെ മൈൻഡ് സെറ്റ് എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് ആള് ഇൻവൈറ്റ് ചെയ്ത സമയത്ത് എനിക്ക് എന്താവില്ല, അത്ര ഹാരായിട്ട് തോന്നിയിട്ടില്ല, അത്ര വാല്യുബിൾ ആയിട്ടും തോന്നിയിട്ടില്ല, ഞാൻ പോയില്ല. HLS അവിടെ ഞാൻ പോവാതെ അതവിടെ കഴിഞ്ഞു. അന്ന് മിഥിലായ് സാറായിരുന്നു ആ HLS അവിടെ എടുത്തിട്ടുണ്ടായിരുന്നത്. അത് ഞാൻ അറിഞ്ഞില്ല. ഞാനിപ്പോ കഴിഞ്ഞ വീക്കില് ആ ഒരു സറൗണ്ടിലുള്ള എൻ്റെ ഫാമിലിയിലൊരു ഡിസ്ട്രിബ്യൂട്ടറെ കൊണ്ടുവന്നപ്പോഴാണ് പറയണത്, അവരെ ഉമ്മ പറയണത്, ഈ ആളായിരുന്നു സൂറ മാഡത്തിന്റെ വീട്ടിൽ വന്നിട്ട്
HLS നടത്തിയെന്നുള്ളത്. അപ്പോൾ എന്നെ ഇൻവൈറ്റ് ചെയ്ത സിസ്റ്ററും ഞാൻ പറഞ്ഞു ഫാത്തിമ സൂറ മാഡം ഇപ്പം റൂബി എക്സിക്യൂട്ടീവ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പോൾ മാഡത്തിനെ ജഡ്ജ്മെന്റ് ചെയ്ത് നോക്കുമ്പോൾ ഈ ബിസിനസ്സിലേക്ക് എനിക്ക് വരാനേ പറ്റില്ല. കാരണം മാഡം നമ്മളെ ഫാമിലിയിൽ ഒരു സൈലന്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. ആരോടും അങ്ങനെ ഓവറായിട്ട് ചാടി കയറി സംസാരിക്കില്ല. വീട്ടിൽ ഞാനൊക്കെ കോമഡി അടിച്ചാലൊക്കെ തന്നെ ചിരിക്കാനൊക്കെ ഒരു ഗമട്ടീൻ്റെ ആളാണ്. പക്ഷെ ആൾ നല്ല എന്താ പറയുക എന്തിനും ഏതിനും കട്ടക്ക് കൂടെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ ചാടി കയറി സംസാരിക്കില്ല എന്നുള്ള ഒരൊറ്റ ഇതുകൊണ്ട് തന്നെ ഈ ബിസിനസ് അവർക്ക് ചെയ്യാൻ പറ്റുമോ, അവർ പെട്ടു, ഇനി ഞാൻ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കട്ടെ എന്ന് ഉള്ളിൽ ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ട്. കാരണം ഓളൊന്നിലും പോയി പെടരുത് എന്നുള്ള മൈൻഡ് സെറ്റോട് കൂടി തന്നെ ഈ ബിസിനസ്സിന്റെ പ്ലാൻ ഒന്നും കേട്ടില്ല. പക്ഷെ ഒരു സമയത്ത് അവരെന്നോട് സൂമിൽ കയറാൻ പറഞ്ഞു. സൂമിൽ കയറാൻ പറഞ്ഞപ്പോൾ എൻ്റെ നെയ്ബേഴ്സിന്റെ വീട്ടിലായിരുന്നു ഞാൻ. അപ്പോൾ നെയ്ബേഴ്സ് ചോദിച്ചാൽ എന്താ അവർ വിളിച്ചു ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്, അപ്പോൾ അതിൽ കയറണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്നോട് അവരും നെഗറ്റീവ് അടിച്ചു. അപ്പോൾ ഞാൻ എന്താക്കി, അവരൊരു സമാധാനത്തിന് ഞാൻ സൂമിൽ കയറിയത് ഇങ്ങനെ നമ്മൾ സൂമിൽ ടൈപ്പ് ചെയ്ത് നോക്കിയാൽ നമ്മളെ പേര് കാണല്ലോ. അപ്പോൾ അത് അവർക്കൊരു നിരാശ വരരുത് വിചാരിച്ച് ജസ്റ്റ് സൂം അപ്പം തന്നെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് എന്നതിന് ശേഷം ഞാൻ എന്താക്കി, ആ സൂമിൽ കയറിയിരുന്ന് വെറുതെ ഇങ്ങനെ ഒന്ന് മറിച്ചും തിരിച്ചും വെച്ച് നിന്ന്. പക്ഷെ അതിൽ ആളുകൾ കയറി വരുന്ന ഇങ്ങനെ കാണുന്നുണ്ട്. സൂം ആയതുകൊണ്ട് തന്നെ നമ്മളതിൽ കൗണ്ട് നോക്കിയാൽ നമുക്ക് കാണും. അപ്പൊ അത് കയറി കണ്ടപ്പോ എനിക്ക് ഒരു ചെറുതായിട്ട് ഇത് എന്താ സംഭവം, ഇത്ര ആൾക്കാർ എന്തായാലും വെറുതെ. ഷെസർ ഓക്കെ അല്ലേ? മാഡം. ഓക്കെ, അപ്പൊ ഇത്ര ആളുകൾ കയറി വരുന്നത് എന്താന്നുള്ള രീതിയിൽ ഞാൻ സൂം ഒന്ന് ചെക്ക് ചെയ്തപ്പോൾ ആളുകൾ കയറി വരുന്നുണ്ട്. അപ്പോൾ നെയ്ബേഴ്സ് അങ്ങനെ നെഗറ്റീവ് അടിച്ചെങ്കിലും എൻ്റെ ഉള്ളിലും ഈ ഒരു ബിസിനസ്സിലേക്ക് വരുന്നതിന് മുൻപ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിനാൻസിൽ ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് നന്നായിട്ട് സ്ട്രഗിൾ ചെയ്ത കുട്ടിയാണ്. ഒരിക്കലും ഇവിടെ ഷെയർ ചെയ്യാൻ പോലും ഇപ്പം ഞാൻ അത് ആഗ്രഹിക്കില്ല. അത്രയും എനിക്ക് പേടിയായിരുന്നു ആ ലൈഫ്. അങ്ങനെ കുട്ടിക്കാലം കഴിഞ്ഞ് എനിക്ക് എൻ്റെ ഉപ്പാന്റെ ഞാൻ ജനിച്ചത് ഞാൻ ഓർമ്മ വെച്ച മുതൽക്ക് എൻ്റെ ഉപ്പ രോഗിയാണ്. എൻ്റെ ഉപ്പൻ്റെ കൂടെ ഇല്ല. പക്ഷെ ആ ഉപ്പയാണ് എൻ്റെ ഏറ്റവും വലിയ റോൾ മോഡൽ. ഒരാളെ മുന്നിൽ തോൽക്കരുത് എന്ന് കാണിച്ചെന്ന ആള് അവരാണ്. അപ്പോൾ ഉപ്പാന്റെ മരണശേഷം അല്ലെങ്കിൽ ഈ ബിസിനസ്സിലേക്ക് ഞാൻ ആ സൂമിന്ന് ചെറിയ ചെറിയ ഹിന്റ് എനിക്ക് കിട്ടിയ സമയത്ത് ഞാൻ ഡ്രീം കണ്ട എന്തോ ഇതിലുണ്ട് എന്നുള്ളത് എനിക്ക് ലൈക്കായി. അതിലൊരു 500 രൂപ എന്നുള്ളത് എന്നെ വല്ലാണ്ട് അട്രാക്ട് ചെയ്യിപ്പിച്ചു. പക്ഷെ ഉപ്പ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, കുഞ്ഞില് മോളെ നന്നായിട്ട് പഠിക്കുക. ഇപ്പൊ രോഗിയായത് മുതൽക്ക് ഉമ്മ ഹൗസ് കീപ്പിങ്ങിന് പോയിട്ടാണ് നമ്മളൊക്കെ വളർത്തിയത്. അപ്പോൾ അവിടുന്ന് പിന്നെ നമ്മളും ഉമ്മാന്റെ കൂടെ പോയിട്ട് ഹെൽപ്പ് ചെയ്തിട്ടാണ് ഉമ്മ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ വീടിന്റെ കാര്യങ്ങൾ നോക്കിയത്. കാരണം എപ്പോഴും കാലിക്കറ്റ് മെഡിക്കൽ കോളേജിലാണ് ഉപ്പയും ഉണ്ടാവുക. വെച്ചാല് അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. ഞാൻ കണ്ടത് മുതൽക്ക് ഉപ്പ ബ്ലഡ് തുപ്പുന്നതാണ് കണ്ടത്. അപ്പൊ മെഡിസിൻ്റെ ഒരു എഫക്റ്റ് അല്ല, മെഡിസിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ഉപ്പാക്ക് കണ്ട് തുടങ്ങിയപ്പോഴാണ് ഇൽനെസിന്റെ ഡേഞ്ചർ എത്ര ഉണ്ട് എന്നുള്ളത് എൻ്റെ കുഞ്ഞിലെ ഞാൻ പഠിച്ചത്. അപ്പോൾ അതിൽ നിന്നാണ് ഈ സൂം പ്ലാറ്റ്ഫോമിലൂടെ ഞാൻ ഈ ഒരു ബിസിനസ്സിനെ കുറിച്ച് പഠിക്കുന്നത്. അപ്പോൾ അതിലേക്ക് ബിസിനസ്സിനെ കുറിച്ച് ഒന്നും പഠിച്ചിട്ടില്ല. ഒരു 500 രൂപ എന്ന് പഠിച്ചു. പക്ഷേ ഇല്ലീഗൽ ആണോ ലീഗൽ ആണോ എന്നുള്ള കാര്യം മനസ്സിലാക്കണം. കാരണം ഞാൻ മാത്രമല്ല കുടുങ്ങണ, എൻ്റെ ഫാമിലിയിലെ എൻ്റെ ഹസ്ബൻഡിന്റെ സിസ്റ്ററായിട്ടുള്ള ഫാത്തിമ സൂറ മാഡം കുടുങ്ങാണ്. അപ്പൊ അതുമായി ഞാൻ എന്താക്കി, ഇത് കേട്ട പാട് പുതുതായിട്ട് വന്ന ആളുകൾക്കൊക്കെ ഇപ്പൊ പാനിക്കായി നിൽക്കുന്നുണ്ടാവും. ഇത് ചെയ്യണോ വേണ്ടേ? കൊണ്ടുവന്ന ആളെ വിശ്വാസം ഉണ്ടെങ്കിൽ, എനിക്ക് സൂറ മാഡത്തിന് നന്നായിട്ട് വിശ്വാസമുണ്ട്. പക്ഷെ അവളെ കഴിവിനെയാണ് ഞാൻ ഈ ബിസിനസ്സുമായി കമ്പയർ ചെയ്ത്. അവൾ ആരോടും മുണ്ടൂലല്ലോ എന്നുള്ളതൊക്കെ. പക്ഷെ ഈ ബിസിനസ്സിൽ എനിക്ക് കിട്ടിയപ്പോൾ ഞാൻ വേഗം അവളെ ഏറ്റവും ഇതാക്കാതെ പിന്നെ എൻ്റെ അപ്ലൈ ലീഡേഴ്സ് 2 എൻ്റെ വീട്ടിൽ വന്നു. അതിന് അപ്പോഴും ഞാൻ സൂമിലൂടെയും ഞാനിത് ലൈക്കാക്കിയ മാതിരി ഓരോ മുന്നിൽ അഭിനയിച്ചില്ല. ഓരോ മുന്നിൽ നന്നായിട്ട് അഭിനയിച്ചിട്ട് നിന്നു. എനിക്കിത് ശരിയാവില്ല, അത്ര സപ്പോർട്ടഡ് അല്ല, അസിന് വീട്ടിൽ നിന്ന് വർക്കിന് പോകണമെന്നും ഇഷ്ടമല്ല, അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ മാറി നിന്നു. പക്ഷെ ആ സമയത്ത് എൻ്റെ കയ്യിൽ ഈ ബിസിനസ്സിനെ കുറിച്ച് ഞാൻ നന്നായിട്ട് എപ്പോഴും നൈസാരൊക്കെ പറയില്ലേ നമ്മൾ 5Gയിലാണ് ജീവിക്കുന്നതെന്ന്. ഈ 5Gയിൽ ജീവിക്കുന്ന അന്ന് 4Gയിലാണ്. ആ 4Gയിൽ ഞാൻ സെർച്ച് ചെയ്ത സമയത്ത് ആദ്യം എൻ്റെ കണ്ണിൽ ഉടക്കിയത് 2021 നടന്ന ഇതിന്റെ കേസായിരുന്നു. അപ്പൊ ഞാൻ കോൾ ചെയ്തു, സൂറാമയുടെ ഇതാവാൻ നിൽക്കണ്ട, ഒഴിവായിക്കാൾ ഇങ്ങനെ ഉണ്ട്. പക്ഷെ സൂറാമയുടെ ഇതിനെ ശരിക്കും സൂറാമേഡത്തിനാണ് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത്. കാരണം എന്നെ ടാർഗറ്റ് ചെയ്തപ്പോൾ മാഡം ഒരിക്കലും എന്തായില്ല, അവരെ കൈപ്പിടിന്ന് ഒഴിവാക്കിയില്ല. 3-4 പ്രാവശ്യം ഞാൻ റിജക്ട് ചെയ്തിട്ടും 3-4 പ്രാവശ്യം ഒന്നല്ല, കുറേ പ്രാവശ്യം അവരെന്നെ കണ്ടിന്യൂസ് കോൾ ചെയ്യുമ്പോൾ ഞാൻ എന്താക്കും, കോള് നോക്കും, സൈലന്റ് ആക്കും, മറിച്ചിടും. കോള് നോക്കും, സൈലന്റ് ആക്കും, മറിച്ചിടും. എനിക്ക് എന്ത് ആൻസർ പറയണം എന്നുള്ള അറിയാതെ, നോ പറയാനും അറിയില്ല, യെസ് പറയാനും അറിയാത്ത രീതിയിൽ മാറി നിന്നു. പക്ഷെ ആള് ചെയ്തൊരു കാര്യം, ആളെ ഉപ്പാനെ എൻ്റെ വീട്ടിലോട്ട് വിട്ടു. ഇക്കൻ്റെ ഉപ്പാന്റെ അനിയനാണ്. അപ്പൊ ഇക്കൻ്റെ ഉപ്പ മരിച്ചതാണ്. അപ്പൊ ആ സ്ഥാനത്തേക്ക് വരുന്ന വ്യക്തിനോട് എന്തായാലും ആ റെസ്പെക്ട് നമ്മൾ കാണിക്കും. ഉപ്പ വന്നിട്ട് പറഞ്ഞു, നളന്തയിൽ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്, ആ പ്രോഗ്രാമിലോട്ട് എത്തണം. ഇവിടെ സൂറാമേഡത്തിന് അനിയത്തി
ആ വർക്കിന് ആ പ്രോഗ്രാമിന് പോകുന്നുണ്ട്, ഒറ്റയ്ക്ക് ഓളെ വിടാൻ പറ്റൂല, നീ എന്തായാലും ഓളൊന്ന് വിടുന്ന എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു. അങ്ങനെ നളന്ദ ഓഡിറ്റോറിയത്തിൽ പോയി ജീവൻ സാറെ, അലി സാറ്, രാജേഷ് സാറെ കണ്ടപ്പോഴാണ് അവിടെ വന്ന അവരെ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ ഉണ്ടായ ആ ആരവ്. ഇന്നലെ ഡയമണ്ട് ഫൗണ്ടേഷൻ കഴിഞ്ഞതുകൊണ്ട് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട, കാരണം എല്ലാവരും കണ്ടിട്ടുണ്ടാവും നമ്മളെ ഈ ഒരു സെലിബ്രിറ്റി ലൈഫ് എന്താണെന്നുള്ളത് അല്ലെ. ആ ഒരു കാഴ്ചയിലാണ് എൻ്റെ മൈൻഡ് മൊത്തം മാറിയത്. ഇതിനെക്കുറിച്ച് പഠിക്കണം നന്നായിട്ട് ആഗ്രഹിച്ച സമയത്താണ് ഷാഹിദ മേഡം, ഹാരിസ് സാർ വീട്ടിൽ വരുന്നത്, ഷിയാബ് സാർ അവരുടെ വൈഫും വീട്ടിൽ വരുന്നത്. അതോടുകൂടി എൻ്റെ ആ ഒരു ഡൗട്ടും കാര്യങ്ങളും ഒക്കെ ക്ലിയർ ആയി. ഞാൻ അവിടുന്ന് അങ്ങോട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, താങ്ക് യു മാഡം. നമുക്ക് സമയം വളരെ കുറവാണ്. ഓക്കെ, എനിക്ക് ചോദിക്കാനുള്ള, മാഡം ഇങ്ങനെയൊക്കെ സ്ട്രഗിൾ ചെയ്ത് ഈ ബിസിനസ്സിൽ കടന്നു വന്നു, ഈ ബിസിനസ്സിലൂടെ കടന്നു വന്ന് ഇന്ന് ബിസിനസ്സിലൂടെ 10 ലക്ഷം രൂപ വരുമാനം വാങ്ങി, അതിലേറെ എന്തൊക്കെ അച്ചീവ്മെന്റ് മാഡം ഉണ്ടാക്കി? അതാണ് നമുക്ക് ഒന്ന് കേൾക്കേണ്ടത്. ആദ്യത്തെ അച്ചീവ്മെന്റ്, നിങ്ങൾ ഇത്രയും ആളുകളുടെ മുന്നിൽ സംസാരിക്കാനുള്ള ഒരു ധൈര്യം. എപ്പോഴും ഒഴിഞ്ഞൊഴിഞ്ഞു പോവല്, അതിനുള്ള കഴിവ് എനിക്കില്ല, ആളുകളെ ഊക്കും, ആളുകളെ മുന്നിൽ സംസാരിക്കാനുള്ളതില്ല എന്നുള്ള ആ ഒരു സാധനം, അത് മാറി മാഷാ അല്ലാ. പിന്നെ രണ്ടാമത്തെ അച്ചീവ്മെന്റ് എൻ്റെ ഒപ്പം എന്നോട് പറഞ്ഞൊരു കാര്യം, ഒരാളെ ഡിപ്പെൻഡ് ചെയ്യാതെ നമ്മൾ ഒരു രൂപ എടുത്തിട്ട് ഒരുപാട് ആളുകൾക്ക് പൈസ കൊടുക്കാനും നിന്റെ കാര്യം ചെയ്യാനും മോളെ പറ്റണം. ആ ഒരു അച്ചീവ്മെന്റ് ഞാൻ ഇതിലൂടെ ഏൺ ചെയ്തു. വീക്ക് ഓർ വീക്ക് വരുമാനം, രാജേഷ് സാർ പറഞ്ഞ മാതിരി ഈ പവർ എവിടെയും നമുക്ക് കിട്ടൂല. വീക്ക് ഓർ വീക്ക് വരുമാനം ഇവിടെ മാഷാ അല്ലാ ഇപ്പം വരുന്നുണ്ട്. പിന്നെ രണ്ടാമത്തേത്, എൻ്റെ ഒരുപാട് കാര്യങ്ങളിൽ എനിക്ക് കട്ട സപ്പോർട്ടായിട്ട് നിന്ന എൻ്റെ ഹസ്ബൻഡിനായിട്ട് എനിക്ക് എന്താക്കാൻ പറ്റി, ഒരു തായ്ലൻഡ് ട്രിപ്പ് അച്ചീവ് ചെയ്ത് അത് പോയി വന്ന് എക്സ്പീരിയൻസ് ചെയ്തിട്ടാണ് മൈ ഡിയർ വ്യൂവേഴ്സ് നിങ്ങളോട് സംസാരിക്കുന്നത്. ലൈഫിൽ ഇതൊന്നും കണ്ടിട്ടില്ല. ഞാൻ പറഞ്ഞു, കയറി വരുന്ന സമയത്ത് പല ഡൗട്ടും ഉണ്ടായിരുന്നു. അതൊക്കെ ലീഡേഴ്സിനെ മാത്രം വിശ്വസിച്ച എൻ്റെ ഈ ജേർണീൻ്റെ ഏറ്റവും വലിയ അച്ചീവ്മെന്റും ആ കട്ട സപ്പോർട്ടുള്ള എൻ്റെ ലീഡേഴ്സാണ്. എൻ്റെ ഏറ്റവും വലിയ അച്ചീവ്മെന്റ് അതാണ് ഞാൻ പറഞ്ഞത്. കാരണം എനിക്ക് ഒരു കഴിവുമില്ല. വൈബ്രന്റ് വിവ എന്ന് പറയുന്ന ഈ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റവും ഈ ഒരു ലീഡേഴ്സിന് കട്ട സപ്പോർട്ടാണ് എൻ്റെ ഏറ്റവും ആദ്യത്തെ അച്ചീവ്മെന്റ്. കാരണം അവരിന്ന് എൻ്റെ കൂടെ ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ പല ഡൗട്ടിലും എൻ്റെ എന്തൊക്കെയോ കഴിവുണ്ട് എന്നുള്ള അഹങ്കാരത്തിലും ഞാൻ ചിലപ്പോൾ മാറി നിന്നിട്ടുണ്ടാവും. പക്ഷേ മിഥിലാജ് സാർ ആവട്ടെ, ബഷീർ സാർ ആവട്ടെ, ഷിയാബ് സാർ ആവട്ടെ, അല്ലെങ്കിൽ ഹാരിസ് സാർ ആവട്ടെ, സൂറമേൾ ആവട്ടെ, ആഷിഖ് സാർ ആവട്ടെ, എല്ലാവരും കട്ട സപ്പോർട്ടിൽ എൻ്റെ തുടക്ക സമയത്ത് തന്നെ ഇവിടെ വരെ എത്തിച്ചതാണ് എൻ്റെ ഏറ്റവും വലിയ അച്ചീവ്മെന്റ്. 10 ലക്ഷം രൂപ വാങ്ങിയത് സത്യം പറയാച്ചാൽ ഇന്നലെ അവിടുത്തെ ഒരു റെക്കഗ്നേഷനും കൂടെ കിട്ടിയപ്പോൾ എൻ്റെ ഫാമിലിയിലൊക്കെ എല്ലാവരും അപ്പോഴാണ് അറിയണത്. കാരണം എല്ലാവരും ഊക്കലായിരുന്നു. ഇപ്പൊ അതൊക്കെ മാറി. ഈ ഒരു ജേണിയിൽ ഞാൻ മൊബൈൽ ഫോൺ നല്ലതില്ലായിരുന്നു ഇതിലോട്ട് കയറി വരുന്ന സമയത്ത്. ഇന്ന് ഞാൻ യൂസ് ചെയ്യുന്നത്, എപ്പോഴും ഞാൻ പറയാറുണ്ട്, 50 Pro ഐഫോൺ ഒരു 1.25 ലക്ഷം രൂപന്റെ, അതുപോലെ തന്നെ ഒരു 2 വീലർ 1.25 ലക്ഷം റെഡി ക്യാഷിന് ഞാൻ ഈ ഒരു വിവ ഇതിൽ കൂടെ മാത്രം ഞാൻ വാങ്ങി. ഈ ഒരു അച്ചീവ്മെന്റ് ഒക്കെ ഇതിൽ വന്നതിന് ശേഷം മാത്രമാണ്. ഓക്കെ, താങ്ക് യു മാഡം. അവസാനമായിട്ട് മാഡം, ഇത്ര സ്ട്രഗിൾ ചെയ്ത് വന്ന ഈ മാഡത്തിന് മറ്റുള്ളവരോട് എന്താ പറയുക? ഇതിൽ ഒരുപാട് ശേഷം 900-ന് അടുത്ത ആളുകളുണ്ട്. ഈ 1000 ആളുകളോട് മാഡത്തിന് കൊടുക്കാനുള്ള സന്ദേശം എന്താണ്? സന്ദേശം, ഞാൻ വന്നത് ഡിജിറ്റലാണ്. ഡിജിറ്റലി വന്ന സമയത്ത് ഈ ലീഡേഴ്സിന്റെ സപ്പോർട്ട് അങ്ങനെ തന്നെ കിട്ടുള്ളൂ. പക്ഷെ ഡിജിറ്റലായിട്ട് തന്നെ അവരെ സപ്പോർട്ട് ചെയ്ത് പോകുന്ന ടൈമായിരുന്നു. പക്ഷെ ഇപ്പം വരുന്ന ഓരോ വ്യൂവേഴ്സിനും ഒരു തുറന്ന പുസ്തകം പോലെയാണ് ഇന്നത്തെ വൈബ്രന്റ് വ്യൂവന്റെ ഈ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം. കാരണം ഇതിലോട്ട് ആളുകളെ കൊണ്ടുവരാൻ പറ്റണില്ല മാഡം. നിങ്ങൾ എങ്ങനെയാണ് ആളുകളെ കൊണ്ടുവന്നത്? ഞാൻ 4 ചുമരിന്റെ ഉള്ളിലാണ് ഞാൻ ആദ്യം ബിസിനസ് ഡ്രൈവ് ചെയ്തത്. അന്നേരം എൻ്റെ മൈൻഡ്, എൻ്റെ കോൺഫിഡൻറ്റ് എനിക്കുണ്ടായിരുന്നു, ഇതെനിക്ക് ഏൺ ചെയ്യണം, എൻ്റെ ഡ്രീം ആയിട്ടുള്ളത് ഒരാളെ ഡിപ്പെൻഡ് ചെയ്യാതെ ജീവിക്കണം എന്നുള്ളതാണ്. ഇതുപോലെ 3 കാര്യങ്ങൾക്ക് നിർബന്ധമായിട്ട് വേണം. ഒന്ന്, ക്ഷമ. നന്നായിട്ട് ക്ഷമ വേണം. പറയും ക്ഷമ ആട്ടിൻ സൂപ്പിന്റെ ഫലമാണെന്ന്. അതുപോലെ നന്നായിട്ട് ക്ഷമ വേണം. ജീവിതത്തിൽ അതിയായിട്ട് വിജയിക്കണം എന്നുള്ള ആഗ്രഹം വേണം. ഇത് 3, അനുസരണയും. ഇത് 3 നിങ്ങൾക്ക് ഉണ്ടാവണം. അത് എത്ര കഴിവുള്ള ആളുകളായിക്കോട്ടെ, എത്ര കഴിവില്ലാത്ത ആളുകളായിക്കോട്ടെ, എൻ്റെ ഒരു ഡിസിപ്ലിൻ ഉണ്ട്. അത് നിങ്ങൾ കയ്യിൽ വെക്കണം. രണ്ടാമത്തേത്, ഇപ്പൊ VOP റൺ ചെയ്യുന്നുണ്ട്, ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്തു. ഈ VOPയിലോട്ടൊക്കെ ഇന്നലെ റാഷി സർ ഫൗണ്ടേഷൻ ഡയമണ്ടിൽ 3 പ്രാവശ്യം ഊന്നി പറഞ്ഞ ഒരു കാര്യം ഇതാണ്. ഫൗണ്ടേഷൻ VOP. എൻ്റെ എക്സ്പീരിയൻസ് പറയാം. ഡിജിറ്റലി വന്ന ടീം ഒരുപാട് ആളുകൾ എന്നിൽ നിന്ന് തൊഴിഞ്ഞു പോയി. പക്ഷെ ഞാൻ തളരാതെ ഫിസിക്കലി ഇറങ്ങണ സമയത്ത് ഒരൊറ്റ കുട്ടികൾ എൻ്റെ കയ്യിലില്ല. നിങ്ങളെ പോലെ ഒരു സ്റ്റാർ ആയിട്ട് തന്നെ ഞാൻ VOPയിൽ ഇറങ്ങി. നിങ്ങളോട് ഓരോരുത്തരോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ആർക്കും ഒരു കഴിവ് കുറവുമില്ല.
എല്ലാവർക്കും നിങ്ങൾ അറിയാത്തൊരു കഴിവ് നിങ്ങളുടെ ഉള്ളിൽ ഒളിഞ്ഞെടുപ്പുണ്ട്. അതിനുള്ള അവസരമായിട്ട് നിങ്ങൾ കൊടുക്കണം. VOPയിൽ കണ്ടിന്യൂസ് ആയിട്ട്, ഫിസിക്കൽ VOPസിൽ കണ്ടിന്യൂസ് ആയിട്ട് പോകണം. അത് ഡിജിറ്റലായിട്ട് ചെയ്യുന്നവർ ഡിജിറ്റൽ VOPs ഗസ്റ്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. VOPs അറ്റൻഡ് ചെയ്തിട്ട് നിങ്ങളെ ഉള്ളിൽ ഒരു ഒരു ബുക്ക് തുറക്കാനുണ്ട്. കാരണം അത് ഓട്ടോമാറ്റിക്കലി ഫ്ലോയിൽ നിങ്ങൾ ഒരാളോട് പ്ലാൻ പറയുമ്പോഴൊക്കെ വരാനുള്ള ഒരു സാധനമാണ് ഈ ഡിജിറ്റൽ VOPയും ഫിസിക്കൽ VOPയും. VOPയിലോട്ട് ഗസ്റ്റ് ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും നിങ്ങൾ അവിടെ പോകണം. ഫിസിക്കലി പോകുമ്പോൾ ഇപ്പം ഞാൻ അനുഭവിച്ച ഒരു ഹരം എന്ന് പറഞ്ഞാൽ, ഗസ്റ്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പോയി കഴിഞ്ഞാൽ അവിടെ റൗണ്ടപ്പ് ഇരിക്കുമ്പോൾ നമ്മളെ ഉള്ളിലൊരു ഫീൽ വരും. ഈ റൗണ്ടപ്പ് ഇരിക്കുമ്പോൾ ഫീൽ വരുമ്പോഴാണ് നിങ്ങൾ അറിയാതെ ഉള്ളിൽ നിന്ന് ഒരു തീരുമാനം എടുക്കുക, ഇങ്ങനെ പോയാൽ പറ്റൂല, അടുത്ത വീക്ക് എനിക്ക് അങ്ങനെ വേണം. ഇത് ഞാൻ എൻ്റെ ജീവിതത്തിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടാണ് നിങ്ങളോട് ഞാൻ പറയുന്നത്. അപ്പോൾ ഒരാളും മാറി നിൽക്കാതെ ഈ ബിസിനസ്സിൻ്റെ ഏറ്റവും, ഇന്നലെ പറഞ്ഞ മാതിരി ഏറ്റവും ഫൗണ്ടേഷൻ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കി. ഇന്ത്യയിൽ എത്ര ജനങ്ങളുണ്ട്, നമ്മൾ ID നമ്പർ എവിടെയാണ് എത്തിയത്. ഇങ്ങനെ നമ്മൾ ക്ഷമയോട് കൂടി പിടിച്ചു നിന്നാൽ ഫൗണ്ടേഷനിലായിരിക്കും നമ്മൾ ഉണ്ടാവുക ഒരു 2-3 വർഷം കഴിയുമ്പോൾ. ആ ഫൗണ്ടേഷനിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ, എൻ്റെ ഉപ്പ മരിച്ച 2 ആഴ്ച ഞാൻ ജോലിയിലേ ഇല്ല, ഞാൻ ഈ ബിസിനസ്സിലേ ഇല്ല. പക്ഷെ 2 ആഴ്ച വെന്റിലേറ്ററിൽ കിടക്കുമ്പോൾ ബൈസാൻഡറായിട്ട് ഞാൻ നിന്ന സമയത്ത് എനിക്ക് ഇതിൽ നിന്ന് 8000-6000 ഒക്കെ ആയിട്ട് പ്രോഫിറ്റ് വന്നിട്ടുണ്ട് മൈ ഡിയർ വ്യൂവേഴ്സ്. അപ്പോഴാണ് ഞാൻ ഈ ബിസിനസിന്റെ ബ്യൂട്ടി മനസ്സിലാക്കുന്നത്. അപ്പൊ നമ്മൾ ഇല്ലാത്ത സമയത്ത് വരുമാനം വരുന്നത് എൻ്റെ ഒരു ചെറിയ ഷോർട്ട് ടൈമിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തപ്പം, ഞാൻ കാലിക്കറ്റ് VOPയിൽ കുറേ ടൈമിൽ പോസ്റ്റ് ആയിട്ട് നിന്നിട്ടുണ്ട്. പക്ഷെ കാലിക്കറ്റ് VOPയിൽ നിന്ന ആ ഒരു VOPയിൽ പോസ്റ്റായി നിന്ന ആ ഒരു മരുന്നാണ് ഇന്നലെ ഞാൻ അവിടെ ഫൗണ്ടേഷനിൽ റെക്കഗ്നേഷൻ ചെയ്യുമ്പോൾ എൻ്റെ കൂടെയുള്ള ടീം. എന്റെ ഡിജിറ്റലി ഒരുപാട് ടീം വ്യൂവേഴ്സ് ഉണ്ട്. പക്ഷെ ഇതൊക്കെ എന്താണ്, ക്ഷമയോട് കൂടി ഡ്രൈവ് ചെയ്യണം. നടക്കണില്ല നിങ്ങൾ പറയാതെ നടക്കും. ഒരു ദിവസം എൻ്റെ ദിവസമാക്കി ഞാൻ മാറ്റും എന്നുള്ള ഒരൊറ്റ നിയത്തോടു കൂടി നിങ്ങൾ എല്ലാവരും വർക്കിനിറങ്ങുക. എല്ലാവർക്കും നല്ലൊരു വിവാഹജേണി കാഴ്ചവെക്കാൻ സാധിക്കട്ടെ എന്ന് വിഷ് ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് ഹിന്ദ്, ജയ് വിവാ. താങ്ക് യു ഓൾ. താങ്ക് യു മാഡം, താങ്ക് യു സോ മച്ച്. നല്ലൊരു ആർട്ട് സിമ്പൽ കൊടുക്കാം മാഡത്തിന്. ഹലോ, എല്ലാവരും നല്ല ആർട്ട് സിമ്പൽ ഒക്കെ കാര്യങ്ങൾ കൊടുക്കുക. കാരണം ഒരുപാട് വാല്യുബിൾ ആയിട്ട്, കുറഞ്ഞ സമയമുണ്ട്, ഒരുപാട് വാല്യുബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ മാഡത്തിന്റെ എക്സ്പീരിയൻസ് നമുക്ക് ഷെയർ ചെയ്തു. മാഡം താങ്ക് യു ഓൾ. ഓക്കെ, ഇനി നമ്മളൊക്കെ കാത്തിരിക്കുന്ന നമുക്ക് ഈ ആഴ്ച റൺ ചെയ്യാനുള്ള, നമുക്ക് എനർജി തരാൻ വേണ്ടിയിട്ട് ഈ ആഴ്ച ഓൾറെഡി നമുക്ക് ഇന്നലെ ഫൗണ്ടേഷൻ ഡയമണ്ട് പ്രോഗ്രാം കഴിഞ്ഞു. എങ്കിലും നമുക്ക് ആ ഒരു കപ്പിത്താന്റെ വാക്കുകൾ കേൾക്കാതെ ഒരാഴ്ച സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ആ വ്യക്തിയെ വിളിക്കുന്നതിനും, ഹലോ, വളരെ കുറഞ്ഞ ആളുകൾ മാത്രം എന്ത് ചെയ്തോളൂ, വീഡിയോ ഓൺ ചെയ്തിരിക്കുന്നുള്ളൂ. ഞാൻ പറയുന്നു, ഈ ബിസിനസ്സിലൂടെ കടന്നു വന്ന്, നമ്മളെ പോലെ കടന്നു വന്ന് ഇന്ന് 700 ലക്ഷം, ഹലോ, എങ്ങനെ ഒന്നല്ല 700 ലക്ഷം വരുമാനമായില്ല ദ ഗ്രേ ലീഡർ കമ്പനിയുടെ 10 തലകളിൽ ഒരു തല, അതെ, VSC മെമ്പർ ആൻഡ് ബ്ലാക്ക് ടൈം അംബാസഡർ ദ ഗ്രേ ലീഡർ രാജേഷ് കുമാർ സർ. മോസ്റ്റ് വെൽക്കം സർ. Sir. Okay, thank you. Sorry, sir. Music reply ഇല്ല. Sorry, sir. Continue. No problem. മ്യൂസിക്കിനെക്കാളും വളരെ എക്സൈറ്റന്റ് ആണ് ഈ മുഖങ്ങൾ കാണുമ്പോൾ. Thank you, sir. All right. So, good morning all. ഒന്ന് എല്ലാവരും ഒന്ന് അൺമ്യൂട്ട് ചെയ്യണേ. Good morning. Good morning, sir. Good morning, sir. Good morning. Good morning. Morning, RK sir. Morning, RK sir. താങ്ക് യു. കേൾക്കാലോ അല്ലേ? Sir, okay ആണ്. Thank you very much. So once again, good morning all. എന്താ പറയാ, കിടന്നിട്ട് ഉറങ്ങാൻ പറ്റിയില്ല, ഇരുന്നിട്ടോ ഇരിപ്പുറക്കണില്ല എന്നുള്ളൊരവസ്ഥയാണ്. കാരണം അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ അതുപോലത്തെ ഒരു മാമാങ്കമാണ് കഴിഞ്ഞത്, ഫൗണ്ടേഷൻ ഡയമണ്ട്. അതിൽ പങ്കെടുത്ത ആളുകൾക്ക് അറിയാൻ പറ്റും എന്തുമാത്രം എക്സൈറ്റ്മെന്റ് ആയിരുന്നു എന്നുള്ളത്. റൈറ്റ്. നമ്മൾ ഇതിനു മുമ്പും ഫൗണ്ടേഷൻ ഡയമണ്ട് നടത്തിയിട്ടുണ്ട്.
എന്നാലും അതിനേക്കാളൊക്കെ എന്തോ ഒരു എക്സ്ട്രാ ഒരു വൈബ് കൂടുതലുള്ള പോലെ തോന്നി ഇന്നലത്തെ പ്രോഗ്രാം. ഒരുപാട് ആളുകളുടെ അച്ചീവ്മെന്റുകൾ, അതിനപ്പുറത്തേക്ക് ടീം ജീവൻ ആനന്ദ് എന്ന് പറഞ്ഞ ഓർഗനൈസേഷനിൽ 3 പുതിയ കോടീശ്വരന്മാർ വന്നു. അതിൽ 2 പേരുടെ റെക്കഗ്നീഷൻ. ഇങ്ങനെ തുടങ്ങി ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര ഒരു വല്ലാത്തൊരു ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതോടൊപ്പം മറ്റൊരു എക്സൈറ്റ്മെന്റും കൂടെ എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2025 കഴിയാൻ പോകുന്നു അല്ലേ എന്ന് ചിന്തിക്കുമ്പോൾ നമുക്കൊരു സങ്കടമാണ്. അയ്യോ, ഒരു വർഷം കൂടെ അത് കഴിയാൻ പോകുന്നു എന്ന് ചിന്തിക്കുമ്പം ഒരു സങ്കടം ഉണ്ടാവും അല്ലേ. പക്ഷേ നമ്മുടെ യുവാക്കാരല്ലേ, ഭയങ്കര പോസിറ്റീവാണ്. എന്തിനേയും പോസിറ്റീവായിട്ട് എടുക്കാൻ പറ്റുന്ന ആൾക്കാരാണ് യുവാക്കാർ, യഥാർത്ഥ യുവാക്കാരെന്ന്. ഞാൻ ചിന്തിച്ച അതല്ല, വാവ് 2026 വരാൻ പോകുന്നു, 2026 വരാൻ പോകുന്നു. അപ്പം അതിനതിഗംഭീരമായിട്ട് സ്വാഗതം ചെയ്യാൻ ഈ ഒരു ഡിസംബർ മാസത്തെ പ്രവർത്തനം കൊണ്ട് പറ്റുമെന്നുള്ള ഭയങ്കര എക്സൈറ്റ്മെന്റ്. അതുപോലെ ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ആയിരുന്നു ഇന്നലെ നടന്ന ഫൗണ്ടേഷൻ ടൈമിൽ. പങ്കെടുത്ത ആളുകൾക്ക് അതിൻ്റെ ആ ഒരു സംഭവം കിട്ടിയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. പങ്കെടുക്കാത്ത ആളുകൾക്ക് അതൊരു വലിയ നഷ്ടമായിട്ടുണ്ടാവും എന്നും ഞാൻ വിശ്വസിക്കുന്നു. ഇനി ഇപ്പോൾ നമ്മൾ ഈ മരുഭൂമിയിൽ 2 സുഹൃത്തുക്കൾ നടന്നു പോകുമ്പം ഒരു ബോർഡ് കണ്ട ഒരു സ്റ്റോറി പറയാറുണ്ടായിരുന്നു അല്ലേ. ഇവിടുന്ന് മണലെടുത്തവരും ദുഃഖിക്കും, മണലെടുക്കാത്തവരും ദുഃഖിക്കും എന്ന് പറഞ്ഞൊരു സ്റ്റോറി ഉണ്ട്. ട്രെയിനിങ്ങിലൊക്കെ പറയുന്ന ഒരു സ്റ്റോറിയാണ്. അപ്പം ഈ ബോർഡ് കണ്ടപ്പോൾ ആ 2 സുഹൃത്തുക്കളിൽ ഒരാൾ ചിന്തിച്ചു, എന്തായാലും ദുഃഖിക്കും, പിന്നെ എന്തിനാ വെറുതെ മണലെടുക്കണത്. അയാൾ മണലെടുത്തില്ല. രണ്ടാമത്തെ സുഹൃത്ത് ദുഃഖിക്കും, എന്നാലും കുഴപ്പമില്ല, ഇച്ചിരി മണൽ എടുക്കാന്നുണ്ട്, ഒരു പിടി മണൽ എടുക്കുമ്പോൾ എത്ര കൊള്ളും, എന്തായാലും മരുഭൂമിയിലെ മണലാണ് അല്ലേ, എത്ര ഫുള്ളായിട്ട് എടുക്കാൻ നോക്കിയാലും വിരലിന്റെ ഇടയിൽ കൂടെ ഒക്കെ കുറെ ഇങ്ങനെ കൊഴിഞ്ഞു പോകും, അവസാനം കുറച്ച് മാത്രമേ കയ്യിലുണ്ടാവുള്ളൂ. അയാൾ അതെടുത്ത് അയാളുടെ ബാഗിലിട്ടു, 2 പേരും പോയി. റൂമിൽ ചെന്ന് ബാഗ് തുറന്ന് നോക്കിയപ്പോ മണലെടുത്ത സുഹൃത്തിന്റെ ആ ബാഗിൽ ഇട്ടിരുന്ന മണലെല്ലാം സ്വർണ്ണത്തരികളായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. അപ്പം ആദ്യത്തെ സുഹൃത്തിന്റെ സങ്കടം എന്തായിരിക്കും നിങ്ങൾ ചിന്തിച്ചാൽ മനസ്സിലാവും അല്ലേ. പഠിച്ചവനെ, ഇച്ചിരെങ്കിലും എടുക്കാമായിരുന്നു, സങ്കടം. രണ്ടാമത്തെ സുഹൃത്തിന് എന്താണ് സങ്കടം? ഓന്റെ റബ്ബേ, ഇതായിരുന്നെങ്കിൽ കുറച്ച് തോനെടുക്കായിരുന്നു അല്ലേ. രണ്ടും സങ്കടം. എന്ന് പറഞ്ഞതുപോലെ കുറച്ച് സങ്കടം ഇന്നലെ പ്രോഗ്രാമിന് വന്ന ആളുകൾക്ക് ഉണ്ടായിട്ടുണ്ടാവും. എന്താണ്? എങ്ങനെയെങ്കിലും കുറച്ച് ആൾക്കാരെ കയറ്റാമായിരുന്നു, കുറച്ച് കൂടുതൽ ആൾക്കാരെ കയറ്റാമായിരുന്നു. വരാത്ത ആളുകൾക്കും സങ്കടം ഉണ്ടാവും. ഇതിന്റെ ഫീഡ്ബാക്ക് ഒക്കെ കേൾക്കുമ്പോഴേ എന്തെങ്കിലും റിസ്ക് എടുത്ത് പോയാൽ മതിയായിരുന്നു. ഇതിങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം ഉണ്ടാക്കണമെങ്കിൽ ചില സ്ട്രോങ് ആയിട്ടുള്ള തീരുമാനങ്ങൾ നമ്മൾ എടുക്കണം. പലപ്പോഴും ആളുകൾക്ക് അവരുടെ ജീവിതത്തിൽ വളരെ പ്രിസൈസ് ആയിട്ടുള്ള അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ക്ലിയർ കട്ട് ആയിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റാത്തതിന്റെ കാരണം, അല്ലെങ്കിൽ നമ്മൾ പറയണ്ടല്ലേ, ഒരു സാധാരണക്കാരന്റെ ജീവിതം വെള്ളത്തിലൊഴുകുന്ന ഒരു തടിക്കഷ്ണം പോലെയാണ് എന്ന് പറയാറുണ്ട്. വെള്ളത്തിൽ ഇങ്ങനെ ഒഴുകി പോകുന്ന ഒരു മരക്കഷ്ണം, തടിക്കഷ്ണം പോലെയാണെന്ന് പറയാറുണ്ട്. എന്താ കാരണം? ആ തടിക്കഷ്ണത്തോട് മരക്കഷ്ണത്തോട് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ ഇങ്ങനെ എവിടുന്ന അങ്ങനെ ഒഴുകി വരുന്നത്? ഒഴുക്ക് ഇങ്ങനെ പോകുന്നുണ്ട്, ഇതിന്റെ കൂട്ടത്തിൽ ഇങ്ങനെ പോകുന്നുണ്ട് അല്ലെ. എവിടുന്നാ വരുന്ന ഒരു ഐഡിയ ഇല്ല, എങ്ങോട്ടാ പോകണോ ഒരു ഐഡിയ ഇല്ല, എന്തിനാ അങ്ങനെ ഒഴുകി പോണത് ഒരു ഐഡിയ ഇല്ല. ഇതുപോലെയാണ് ഒരു സാധാരണക്കാരന്റെ ജീവിതം. നേരം വെളുക്കുന്നു, എന്താ പറയാ, റെഡിയാകുന്നു, ഭക്ഷണം കഴിക്കുന്നു, എന്താണോ ജോലി അതിന് പോകുന്നു, വൈകുന്നേരം തിരിച്ചു വരുന്നു, ഫ്രഷപ്പ് ആവുന്നു, ഭക്ഷണം കഴിക്കുന്നു, ഫാമിലിയുടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുന്നു, കിടന്നുറങ്ങുന്നു. പിറ്റേ ദിവസം, പിറ്റേ മാസം, അടുത്ത വർഷം, അത് കഴിഞ്ഞിട്ടുള്ള വർഷങ്ങൾ ഇത് തന്നെയല്ലേ, മാറ്റമൊന്നുമില്ലല്ലോ. ഇതുവരെയുള്ള നമ്മുടെ ജീവിതം ഒരു പക്ഷേ ബിഫോർ വിവ എന്ന് പറയുന്ന നമ്മുടെ ജീവിതം ഒരു പക്ഷെ അങ്ങനെയായിരിക്കും. എന്റെയും അങ്ങനെയായിരുന്നു, എല്ലാ ആളുകളുടെയും ജീവിതം അങ്ങനെയാണ്. പക്ഷെ ആഫ്റ്റർ വിവ കുറച്ച് മാറ്റങ്ങൾ വന്നു. പേഴ്സണലി എൻ്റെ ഒരു ലൈഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആഫ്റ്റർ വിവ മാറ്റം വന്നു.
ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, എന്താണ് ആ മാറ്റത്തിന് കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റിയെന്നുള്ളതൊക്കെ അവിടെ ഉണ്ട്. പക്ഷെ എങ്കിലും ആ നേട്ടങ്ങളിലേക്ക് എങ്ങനെ എത്താൻ പറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിന്റെ കാരണം ഇപ്പോ നമ്മളൊരു നല്ലൊരു ഫിഷ് കറി ഉണ്ടാക്കുക എന്ന് കരുതുക, അതല്ലെങ്കിൽ ബിരിയാണി ഉണ്ടാക്കുക എന്ന് കരുതുക, എന്തെങ്കിലും ഒരു ഫുഡ് ഐറ്റം നമ്മൾ ഉണ്ടാക്കുകയാണെന്ന് കരുതുക. അതിന് ഏറ്റവും ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അതിനൊരു റെസിപ്പി ഉണ്ടാവും, അല്ലേ? എന്തൊക്കെ ചേരുവകൾ എത്രയൊക്കെ എന്നുള്ള അളവുണ്ടാവും, അത് ഓരോന്ന് എപ്പോൾ വേണം അത് ആഡ് ചെയ്യാൻ എന്നിങ്ങനെ തുടങ്ങിയിട്ടൊരു പ്രൊസീജിയർ ഉണ്ടല്ലോ. ചുരുക്കി പറഞ്ഞാൽ ഒരു റെസിപ്പി ഉണ്ട്. അപ്പോ ആ റെസിപ്പി അത് കറക്റ്റായിട്ട് നമ്മൾ ചെയ്താൽ മാത്രമേ നല്ല ഒരു ഫുഡ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ റെസിപ്പി ഫോർ അവർ ലൈഫ്? നമ്മുടെ ജീവിതത്തിൽ എന്താണ് റെസിപ്പി? അതിനൊരു ബെസ്റ്റ് ലൈഫാക്കി മാറ്റണമെങ്കിൽ വാട്ട് ഈസ് റെസിപ്പി? അതെന്താണ് എന്നുള്ളൊരു തിരിച്ചറിവ് ഉണ്ടാകുക എന്നുള്ളത് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എൻ്റെ ജീവിതത്തിലായിക്കോട്ടെ, വിവയിൽ വന്ന് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന എല്ലാ ആളുകൾക്കും ഒറ്റയടിക്കാവില്ല, പക്ഷെ പടിപടിയായിട്ട് ആ മാറ്റങ്ങൾ അല്ലെങ്കിൽ ആ ഒരു ലൈഫിന്റെ റെസിപ്പി എന്താണ് എന്നുള്ളൊരു തിരിച്ചറിവ് ഉണ്ടാകുന്നതാണ് ആ മാറ്റത്തിന് കാരണം. പറയട്ടെ, വാട്ട് ഇസ് എ റെസിപ്പി ഫോർ അവർ ലൈഫ്? യെസ് സർ. വെരി സിമ്പിൾ, വളരെ സിമ്പിൾ സാധനമാണ്. എന്താണെന്നറിയോ? നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്താണ് വേണ്ടത് എന്നുള്ള ഒരു ക്ലാരിറ്റി. വാട്ട് വി വാണ്ട് ഇൻ അവർ ലൈഫ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത്, ഇതിലൊരു ക്ലാരിറ്റി ഉണ്ടാകുക എന്ന് പറയുന്നതാണ് ആ റെസിപ്പി എന്ന് പറയുന്നത്. ആ ക്ലാരിറ്റി ഉണ്ടാക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇൻഡസ് വിവ ദിസ് ഈസ് എ ബെസ്റ്റ് പ്ലാറ്റ്ഫോം. ബെസ്റ്റ് പ്ലാറ്റ്ഫോം. കാരണം നമ്മൾ പറയാറുണ്ട്, ജീവിത വിജയത്തിന്റെ മൊത്തം എടുത്തു കഴിഞ്ഞാൽ 90% പ്രാധാന്യം എന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൈ എന്നുള്ള ചോദ്യത്തിനാണ്. 90% പ്രാധാന്യവും ഏത് ചോദ്യത്തിനാണ്? വൈ. എന്തിന് ഞാൻ വിവ ചെയ്യണം, അല്ലെങ്കിൽ എന്തിന് ഞാൻ ജീവിക്കണം, ഇതിനുള്ള ഉത്തരം ഉണ്ടാവുക എന്നുള്ളതാണ്. എങ്ങനെ അതിലേക്ക് എത്തണം, അതിനെന്താ ചെയ്യേണ്ടത്, നമുക്ക് വർക്ക് ചെയ്യണമല്ലോ, അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത് എന്നുള്ളതിന് വെറും 10% മാത്രമേ പ്രാധാന്യമുള്ളൂ. എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് അത്ര ഈസി ടാസ്ക് ആണ്. പക്ഷേ എന്തിന് ചെയ്യണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. സോ ദ റെസിപ്പി ഫോർ സക്സസ്ഫുൾ ലൈഫ് എന്ന് പറയുന്നത്, നമുക്ക് ജീവിതത്തിൽ എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ളതിനൊരു ക്ലാരിറ്റി, വൈ ഫാക്ടറിന് ഒരു ആൻസർ എന്നുള്ളതാണ്. അപ്പൊ എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് ക്ലാരിറ്റി ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ജീവിതത്തിൽ എന്തൊക്കെയാ വേണ്ടാത്തത് അല്ലെ ആവശ്യമില്ലാത്തത് എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാവുമല്ലോ. ആവശ്യമുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുകയും ആവശ്യമില്ലാത്ത കാര്യങ്ങളെ നമ്മൾ എലിമിനേറ്റ് ചെയ്യുക, ഒഴിവാക്കുകയും ചെയ്യുക. അതാണ് വൈ ഫാക്ടർ എന്ന് പറയുന്നത്. ഇതിലൂടെ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെരി വെരി സിമ്പിൾ, വെറും 10%. അതിന് നമുക്കൊരു സിസ്റ്റം ഉണ്ട്, വൈബ്രന്റ് വിവ എഡ്യൂക്കേഷൻ സിസ്റ്റം ഉണ്ട്. അത് ഫോളോ ചെയ്താൽ മതി. അത് ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താ വേണ്ടതെന്ന് ഓൾറെഡി ഇവിടെ പറഞ്ഞിട്ട് ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. ഈ പറഞ്ഞ ക്ലാരിറ്റി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ മാറ്റങ്ങൾ ഉണ്ടാകും. അതിന് മറ്റൊരു ഉദാഹരണം കൂടെയാണ് ഇന്ന് ഇവിടെ സക്സസ് സ്റ്റോറി ഷെയർ ചെയ്ത ഉമ്മു ഹബീബ മാഡം. അവരുടെ എക്സ്പീരിയൻസിൽ നിന്നും സക്സസ് സ്റ്റോറിയിൽ നിന്നും എനിക്ക് മനസ്സിലായ ഒരു പോയിന്റാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് ജീവിതത്തിൽ എന്താണ് വേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ക്ലാരിറ്റി ഉണ്ടാകുക. ആ ക്ലാരിറ്റി ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ ബിസിനസ്സിൽ നമ്മൾ എന്താണ് അതിന് ചെയ്യേണ്ടത് എന്നുള്ളത് മനസ്സിലായത് ചെയ്തു കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു ലൈഫ്, ഇറ്റ്സ് എ സെലിബ്രിറ്റി ലൈഫ്.
അതിൻ്റെ വളരെ മൈന്യൂട്ടായിട്ടുള്ള ഏറ്റവും ചെറിയ ഒരു സെലിബ്രിറ്റി ലൈഫാണ് ഫൗണ്ടേഷൻ ഡയമണ്ടിൽ അവർക്ക് കിട്ടിയ അംഗീകാരം എന്ന് പറയുന്നത്. സോ അതിനെന്താണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിലേക്ക് എത്താൻ നമുക്കൊരു 3-4 ക്വാളിറ്റീസ് ഉണ്ടായാൽ മതി. ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഉണ്ടാവണം, ഹാർഡ് വർക്ക് ചെയ്യാൻ റെഡി വേണം, അനുസരണാശീലം വേണം, ക്ഷമാശീലം വേണം. ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ക്ലാരിറ്റി വൈ ഫാക്ടറാണ് അല്ലേ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്താണ് വേണ്ടത് എന്നുള്ളത്. ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും. അനുസരണാശീലം, മെന്റലി റെഡി ആവുക. ക്ഷമാശീലം, മെന്റലി റെഡി ആവുക. ഈ 3 കാര്യങ്ങളാണ് ഉമ്മു ഹബീബ മാഡം പറഞ്ഞ 3 പോയിന്റുകൾ. ദെൻ ഹൗ, എങ്ങനെ 10% ഹാർഡ് വർക്ക്, എങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട്. ഇൻഡസ് വിവയിൽ അത് നിങ്ങൾ ചെയ്യാൻ തയ്യാറായാൽ നിങ്ങളെയും നിങ്ങളുടെ ഫാമിലിയെയും കാത്തിരിക്കുന്നത് ഒരു സെലിബ്രിറ്റി ലൈഫ് സ്റ്റൈലാണ്. ഒരു സെലിബ്രിറ്റി ലൈഫ് സ്റ്റൈൽ. അതുണ്ടാക്കിയെടുക്കാനുള്ള വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി. ഇന്നലത്തെ ഫൗണ്ടേഷൻ ഡയമണ്ടിൽ വന്ന ആളുകളോട് ഞാൻ പേഴ്സണലി പ്രോഗ്രാമിന് ശേഷം സംസാരിച്ച ആളുകളോടൊക്കെ ഞാൻ പറഞ്ഞ കാര്യം, ഡിസംബർ മാസത്തെ ഫൗണ്ടേഷൻ ഡയമണ്ട് കഴിഞ്ഞു അല്ലേ. ഇനി അടുത്തൊരു ഫൗണ്ടേഷൻ ഡയമണ്ട് നടക്കുമ്പോൾ നെക്സ്റ്റ് ഫൗണ്ടേഷൻ ഡയമണ്ടിലേക്ക് അതിന് ഡേറ്റും കാര്യങ്ങളൊക്കെ അനൗൺസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അടുത്ത ഫൗണ്ടേഷൻ ഡയമണ്ട് ആകുന്ന സമയത്ത് അപ്പോഴേക്ക് നിങ്ങളുടെ ഒരു സക്സസ് എന്നുള്ളൊരു സംഭവം പ്ലാൻ ചെയ്യണം. ഈ ഫൗണ്ടേഷൻ ഡയമണ്ടിൽ ആ പ്രോഗ്രാം എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി മാത്രം വന്ന ആളുകളൊക്കെ തന്നെയും പ്ലാൻ ചെയ്ത് അടുത്ത ഫൗണ്ടേഷൻ ഡയമണ്ടിൽ സ്റ്റേജിൽ കയറി ഒരു അച്ചീവറായിട്ട് മൊമെന്റോ വാങ്ങണം എന്നുള്ള തീരുമാനം എടുക്കണം. അച്ചീവ്മെന്റുകൾ നേടിയ പ്രോഗ്രാമിൽ മൊമെന്റോ ഒക്കെ നേടിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പ്ലാൻ ചെയ്യേണ്ടത് അടുത്ത ഫൗണ്ടേഷൻ ഡയമണ്ടിൽ എൻ്റെ ടീമിൽ നിന്നും അച്ചീവേഴ്സിനെ ഉണ്ടാക്കണം. ഈ ഒരു ഫോക്കസ് നിങ്ങൾക്ക് ഉണ്ടാവണം. ഫൗണ്ടേഷൻ ഡയമണ്ട് ടു ഫൗണ്ടേഷൻ ഡയമണ്ട്, ഇറ്റ്സ് എ മൈൽ സ്റ്റോൺ. ഇറ്റ്സ് എ മൈൽ സ്റ്റോൺ. അതിന് നിങ്ങൾക്ക് ഒരു മാസീവായിട്ടുള്ള ഒരു ആക്ഷൻ നിർബന്ധമായിട്ടും വേണം. അതിലേക്ക് നിങ്ങളെ എക്സ്ട്രാ ഒരു എഫേർട്ട് എടുക്കാൻ നിങ്ങളെ സഹായിക്കുന്നതാണ് നമ്മുടെ കമ്പനിയുടെ മലേഷ്യൻ ട്രിപ്പ് കോൺടെസ്റ്റ്. അതിന്റെ ക്ലൈമാക്സിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. ഈ ആഴ്ച അടക്കം 4 ആഴ്ചയേ ഉള്ളൂ കോൺടെസ്റ്റിൽ. 4 ആഴ്ച കൊണ്ട് വിൻ ചെയ്യാൻ പറ്റുമോ? നോ ഡൗട്ട്. 101% പുതിയൊരാൾക്ക് പോലും വിൻ ചെയ്യാൻ പറ്റും. ഇന്ന് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാൾക്ക് പോലും വിൻ ചെയ്യാൻ പറ്റും. പക്ഷേ അതിനുവേണ്ടി തുനിഞ്ഞ് ഇറങ്ങണം. കളിയുടെ അവസാന നിമിഷത്തിലേക്ക് വരുമ്പം ഒരു ആവേശം കൂടാനുണ്ട്. ആ ആവേശം കൂടണം. റിക്രൂട്ട്മെന്റുകൾ കുറച്ച് കൂട്ടണം. പേഴ്സണൽ റിക്രൂട്ട്മെന്റ് ആണെങ്കിലും പുതിയൊരാള് 2 പേരെ കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത് അല്ലെ. ആ 2ൽ ഒതുക്കാതെ 2നെ 4 6 ആക്കാൻ പറ്റുകയാണെങ്കിൽ വിൻ ചെയ്യാൻ പറ്റും. 2നെ 4 ആക്കിയാൽ പോലും വിൻ ചെയ്യാൻ പറ്റും. ബിസിനസ്സിലേക്ക് വരുന്ന ഓരോ ആളുകൾക്കും ആ ഒരു ടാർഗറ്റ് പ്ലാൻ ചെയ്തുകൊണ്ട് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ 4 ആഴ്ചയ്ക്കുള്ളിൽ പുതിയൊരാൾക്ക് പോലും വിൻ ചെയ്യാൻ പറ്റും മലേഷ്യയിൽ. ആ മലേഷ്യ നിങ്ങൾ വിൻ ചെയ്താൽ ഒരു സംശയം വേണ്ട, അടുത്ത ഫൗണ്ടേഷൻ ഡയമണ്ടിൽ നിങ്ങൾ ഒരു അച്ചീവറായിട്ട് സ്റ്റേജിൽ ഉണ്ടാവും. നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. So my dear friends, give clarity on what you want. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതിന് ക്ലാരിറ്റി കൊടുക്കുക. അല്ലാത്തതെല്ലാം എലിമിനേറ്റ് ചെയ്യുക, ഒഴിവാക്കുക. എന്നിട്ട് ഫുൾ ഫ്ലോയിൽ നിങ്ങളുടെ 100% ഈ ബിസിനസ് ഒന്ന് നിങ്ങൾ ചെയ്തു നോക്കുക. എത്രത്തോളം ആളുകളുടെ ജീവിതത്തിലേക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ നിങ്ങൾ വഴി നേരിട്ടോ അല്ലാതെയോ പറ്റുമോ, അതുപോലെ വലിയ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. സോ ബിഫോർ വൈൻഡിങ് അപ്പ്, താങ്ക് യു ഉമ്മു ഹബീബ മാഡം ഫോർ ഇൻസ്പയറിങ് അസ്. അത്ര ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറി. വേണമെങ്കിൽ എക്സ്ക്യൂസസ് പറഞ്ഞ് ഒഴിഞ്ഞു മാറാവുന്ന, അല്ലെങ്കിൽ മറ്റുള്ളവരെ പോലെ തന്നെ മാറി ചിന്തിക്കുക, അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് ചിന്തിക്കാവുന്ന
ഒരു ലെവലിൽ നിന്നും ഈ ബിസിനസ് ഏറ്റെടുത്ത് പ്രവർത്തിച്ചത് കൊണ്ട് ഇന്ന് ഒരുപാട് ആളുകളെ ഇൻസ്പയർ ചെയ്യുന്ന രീതിയിലേക്ക് നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാൻ പറ്റിയെങ്കിൽ ഇനി അതുക്ക് മേലെ മാറ്റിമറിക്കാൻ പറ്റും. അതുക്ക് മേലെ നമ്മളെപ്പോഴും പറയാറുണ്ട്, നമ്മുടെ അക്കൗണ്ടിൽ ഒരു 1000 രൂപ വന്നിട്ടുണ്ടെങ്കിൽ 10,000 വരും, 10,000 വന്നിട്ടുണ്ടെങ്കിൽ 1,00,000 വരും, 1,00,000 വന്നിട്ടുണ്ടെങ്കിൽ 10 ലക്ഷവും വരും. 10 ലക്ഷം വന്നിട്ടുണ്ടെങ്കിൽ ഒരു സംശയവും വേണ്ട, 1 കോടിയും വരും. 1 കോടിയും വരും. 1 കോടിയും വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ പറയുന്നില്ല, 10 കോടിയും വരും. ചെയ്യാനുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ക്ലാരിറ്റിയോടുകൂടി ചെയ്തുകൊണ്ടേയിരിക്കുക. നമ്മളുടെ ആത്മാർത്ഥമായിട്ടുള്ള പ്രവർത്തനം നമ്മൾ വിശ്വസിക്കുന്ന ദൈവം കാണുന്നുണ്ടെങ്കിൽ അതിനുള്ള റിസൾട്ട് ദൈവം തന്നിരിക്കും. ബിലീവ് ഇറ്റ്. അപ്പൊ നമുക്ക് വേണ്ടത് ക്ലാരിറ്റിയാണ്. ക്ലാരിറ്റിയോടുകൂടി പ്രവർത്തിക്കുക. മലേഷ്യ അതൊരു എക്സ്ട്രാ ഫ്യൂലാണ്, റൈറ്റ്? എക്സ്ട്രാ ഫ്യൂലാണ്. അടുത്ത ഫൗണ്ടേഷൻ ഡയമണ്ട്, നിങ്ങൾ ഈ ലോകത്തിന്റെ ഏത് കോർണറിലാണെങ്കിലും അടുത്ത ഫൗണ്ടേഷൻ ഡയമണ്ട് ആവുമ്പോഴേക്കും അച്ചീവ്മെന്റ് ഉണ്ടാക്കിയിട്ട് പറന്നെത്തിയിട്ട് സ്റ്റേജിൽ നിന്നും മൊമെന്റോ വാങ്ങണം. പറ്റുകയാണെങ്കിൽ, അവസരമുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന സ്ഥലത്ത് നിന്ന്, ഇന്ന രാജ്യത്ത് നിന്ന് ഈ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് പറന്നു വന്നതാണ് എന്നുള്ള എക്സ്പീരിയൻസും പറയണം. വാ, ദാറ്റ് വിൽ ബി ഗ്രേറ്റ്. സോ ലിവ് യുവർ ലൈഫ്. ജീവിതം ജീവിക്കാനുള്ളതാണ്. ആഗ്രഹിക്കുന്ന പോലെ ജീവിക്കാനുള്ളതാണ്. അങ്ങനെ ആഗ്രഹിക്കുന്ന പോലെ ജീവിക്കണം എന്നുണ്ടെങ്കിൽ ജനിച്ചത് കൊണ്ട് ജീവിച്ചാൽ പോരാ. ക്രിയേറ്റ് യുവർ ലൈഫ്. നിങ്ങളുടെ ജീവിതം സൃഷ്ടിക്കുക, ക്രിയേറ്റ് ചെയ്യുക. നമ്മുടെ ഓരോരുത്തരുടെയും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും, നമ്മുടെ ഓരോരുത്തരും ആഗ്രഹിക്കുന്ന ജീവിതം എന്ന് പറയുന്നത് നമുക്ക് സ്വന്തമാണ്. അതിനെ ഒരു തരത്തിലും ഡാമേജ് ചെയ്യാനോ അല്ലെങ്കിൽ കുറയ്ക്കാനോ ഒരാളെ അനുവദിക്കരുത്. അതിന് എത്രത്തോളം ഹൈ ലെവലിലേക്ക് എത്തിക്കാൻ പറ്റുമോ അത്രത്തോളം ഹൈ ലെവലിലേക്ക് എത്തിക്കാൻ ആരൊക്കെയാണോ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത്, നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്നത്, ആ ആളുകളോടൊപ്പം ആയിരിക്കണം നമ്മുടെ അസോസിയേഷൻ. അങ്ങനെ ഒരു സക്സസ് ഉണ്ടാക്കി കഴിയുമ്പോൾ നമ്മുടെ ആ സക്സസ് കാണാൻ നേരത്തെ പറഞ്ഞ ആൾക്കാരൊക്കെ വരണം. അതൊരു സുഖമുള്ള കാര്യമാണ്. ഇപ്പോൾ ഈവൻ ഹബീബ മാഡത്തിനും ആ ഒരു ഫീൽ കിട്ടുന്നുണ്ടാവും ഇന്നലെ ഫൗണ്ടേഷൻ ഡയമണ്ട്, അല്ലേ? റൈറ്റ്. അപ്പോൾ ലിവ് യുവർ ലൈഫ്. നിങ്ങൾ എങ്ങനെ ആഗ്രഹിക്കുന്നു ആ രീതിയിലുള്ള ഒരു ജീവിതം ഉണ്ടാക്കിയെടുക്കുക. ദൈവം അനുഗ്രഹിച്ചിരുന്ന വലിയൊരു അവസരമുണ്ട്. ഓൾ ദ ബെസ്റ്റ്. ഗോഡ് ബ്ലെസ് ഓൾ. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ഹലോ, Thank you, sir. Thank you so much. നല്ലൊരു ഹാർട്ട് സിമ്പിൾ തന്നെ കൊടുക്കാം. ഹലോ, ലൈക്ക് കൊടുക്കാം, എങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം.